പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പെൺകരുത്തിൻ്റെ വിജയഗാഥ. ഈ കഥ കേൾക്കൂ. ഇവൾ ലക്ഷ്മി. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലും അവൾ എന്നും ഒന്നാമതാണ്. ഒരു സാധാരണ തൊഴിലാളിയുടെ മകളായ ലക്ഷ്മിക്ക് ജീവിതത്തിൽ മുന്നേറാൻ വലിയ മോഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു നാൾ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണം, എൻ്റെ കാലിൽ തന്നെ നിൽക്കണം. പക്ഷേ അവൾക്ക് പല വിമർശനങ്ങളും വന്നു, ചോദ്യങ്ങളുണ്ടായി. പെൺകുട്ടികൾക്ക് വ്യാപാരം ചെയ്യാനാകുമോ? ഇത് നിനക്ക് പറ്റുന്ന കാര്യമല്ല. ഇന്നാട്ടിൽ ആണുങ്ങൾ വിചാരിച്ചിട്ട് പോലും ഒരു സംരംഭം വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ വെറും പെണ്ണായ നീ. എന്നാൽ അവൾ തളർന്നില്ല, കരഞ്ഞു വഴിമാറിയില്ല. അമ്മയുടെ സഹായത്തോടെ ചെറിയ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വിൽപ്പന കുറവായിരുന്നു, ലാഭവും ചിലപ്പോൾ നഷ്ടവുമുണ്ടായി. ചിലർ പരിഹസിച്ചു. പക്ഷേ ലക്ഷ്മിയുടെ മനസ്സ് ഉറച്ചതായിരുന്നു. അവൾ പരാജയങ്ങളെ പാഠമായി കണ്ട് വീണ്ടും ശ്രമിച്ചു, കൂടുതൽ പഠിച്ചു, പുതിയ ആശയങ്ങൾ കണ്ടെത്തി. കാലം കഴിഞ്ഞപ്പോൾ അവളുടെ ചെറിയ സംരംഭം വളർന്നു. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കും അവളുടെ ഉൽപ്പന്നങ്ങൾ എത്തി. അവളുടെ കൂടെ മറ്റു പെൺകുട്ടികളും ജോലി ചെയ്യാൻ തുടങ്ങി. പല കുടുംബങ്ങൾക്കും അതിലൂടെ വരുമാനം ലഭിച്ചു. ഒരിക്കൽ നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞവർ ഇന്ന് പറയുന്നു, അവൾ ശരിക്കും വലിയ കാര്യമാണ് ചെയ്തത്. ഏറ്റവും നല്ല സംരംഭകയ്ക്കുള്ള അന്തർദേശീയ പുരസ്കാരം നേടിയ ലക്ഷ്മിയെ അഭിനന്ദിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ യോഗത്തിൽ അധ്യക്ഷനായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ലക്ഷ്മിയുടെ കഥ ഒരു പെൺകുട്ടിയുടെ കഥയല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളെ കരുത്താക്കി മാറ്റിയ അനേകം സ്ത്രീകളുടെ കഥയാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന പെൺകുട്ടികളെ തടയാൻ ഒരു പ്രതിസന്ധിക്കും കഴിയില്ല എന്നാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത്. യോഗം ഉദ്ഘാടനം ചെയ്ത MLA അവളെ അഭിനന്ദിച്ചു. ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ച ലക്ഷ്മിയെപ്പോലെ നിരവധി പെൺകരുത്തുകൾ നമ്മുടെ ലോകത്തുണ്ട്. അവരെ കണ്ടെത്തി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ലക്ഷ്മി നമ്മുടെ നാടിൻ്റെ മഹാലക്ഷ്മിയാണ്. മുഴങ്ങിക്കേൾക്കുന്ന കയ്യടികൾക്കിടയിൽ അവളുടെ അമ്മയുടെ തേങ്ങൽ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല.